ഓ ചെറുപ്പക്കാരെ, അല്ലാഹു തആല തന്ന ആയുസ് കഴിവിന്റെ പരമാവധി റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണോ, അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കണോ, റബ്ബിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യണോ, അതിലൂടെ സ്വർഗം സമ്പാദിക്കണോ, പരലോക വിജയം സമ്പാദിക്കണോ. എത്ര മുൻഗാമികളാണ്, അവരെത്രയാണ് ത്യാഗം സഹിച്ചത്, എത്രയാണ് പ്രയാസം നേരിട്ടത്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ഇമാം ബുവൈത്തി റഹിമഹുല്ലാഹ്, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാം ശിഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞില്ലേ, മോനെ ബുവൈത്തി, അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ നിങ്ങളെ വധിക്കുന്ന ഒരു ദിവസമുണ്ട്, അത് ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. ഔലിയാക്കൾക്ക് വരാൻ പോകുന്ന കാര്യം അറിയില്ല, അദൃശ്യജ്ഞാനം അറിയില്ല എന്നെല്ലാം പറഞ്ഞു നടക്കുന്ന ആളുകളില്ലേ, അത്തരത്തിലുള്ള പുത്തനാശയക്കാരൊന്നും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ഇത് ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകൾ കാലൂന്നിയ നാടാണ്. ഇവിടെയുള്ള ഒരുപാട് നല്ല ജനങ്ങളോട് മഹാനവരുകൾക്ക് വലിയ ബന്ധമാണിരുന്നു. ആ നാടാണ് കൊടിപ്പാടിയും പരിസരവും. അതുകൊണ്ട് അത്തരക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ കൂടുതലൊന്നും പറയില്ല. എന്നാൽ ഔലിയാക്കൾക്ക് ഭാവിയിൽ വരാൻ പോകുന്നത് അറിയില്ല എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരില്ലേ. എന്നാ കേട്ടോ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനായ ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു മഹാനരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോനെ ബുവൈത്തി, പിന്നീട് ഒരു നാള് വരാനുണ്ട്, അന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നതുകൊണ്ട് ശത്രുക്കൾ നിങ്ങളെ കൊന്നുകളയുന്നൊരു ദിവസമുണ്ട്. അങ്ങനെയൊരു നാള് വരുമെന്നതിന് സംശയമില്ല. അങ്ങനെയൊരു നാള് വന്നാൽ നിങ്ങൾ ദീന് വിട്ടുപോകരുത്, പതറിപ്പോകരുത്, തളർന്നു പോകരുത്, ദീന് മുറുകെ പിടിച്ച് ജീവിക്കണോ. ഓ യുവാക്കളെ, പാവങ്ങളെ സഹായിക്കാൻ പ്രവർത്തിക്കണോ, പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഓടി നടക്കണോ, രോഗികളെ ചികിത്സക്ക് വേണ്ടി അധ്വാനിക്കണോ, ആഹാര വസ്തുക്കൾ ആവശ്യമുള്ള വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കണോ. അതെല്ലാം ഉണ്ടാകുന്നതോടൊപ്പം പടച്ച റബ്ബിന്റെ ദീന് അതൊന്ന് മുറുകെ പിടിച്ചോ. ഒരു നേരത്തെ നിസ്കാരോ മുടക്കി പോകരുത് കേട്ടോ. പ്രവർത്തിക്കുന്നതിന്റെ ഇടക്ക് നിസ്കാരമങ്ങ് ഖളായി പോയാൽ ആ പ്രവർത്തനത്തിന് പിന്നെ ബറക്കത്ത് കാണൂല, ആ പ്രവർത്തനത്തിന് പിന്നെ വെളിച്ചം കാണൂല. നിസ്കാരം സമ്മാനമായി കിട്ടിയ ഇസ്രാ മിഅ്റാജിന്റെ രാവുള്ള റജബ് 27 മാസമാണല്ലോ. റജബ് 27 യുസന്നു സൗമു യൗമിൽ മിഅ്റാജ്. റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് ഫിഖഹിന്റെ ഇമാമിങ്ങൾ പറഞ്ഞില്ലേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒച്ചപ്പാട് വരൂ, അങ്ങനെ ഒരു നോമ്പില്ലെന്ന് പറഞ്ഞു വരൂ. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പറയുന്നവരെക്കാളും വിവരമുള്ളവരെ നേരത്തെ കിതാബിൽ എഴുതി വെച്ചില്ലേ, വയുസന്നു സൗമു യൗമിൽ മിഅ്റാജ്. മിഅ്റാജിന്റെ ദിനമുണ്ടല്ലോ, അന്നത്തെ നോമ്പ് സുന്നത്തുണ്ട് കേട്ടോ. ഇത് സാന്ദർഭികമായി ഉമ്മമാരോട് പറയണം. ഇതുപോലെ എല്ലാ മാസവും 13, 14, 15 അറബി മാസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എല്ലാ മാസവും 27, 28, 29, 30 4 ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അത് കറുത്ത ദിവസങ്ങളായതുകൊണ്ടാണ്. ആ കറുത്ത ദിവസം 28, 29, 30 ആണോ, അതല്ല 27 മുതൽ തുടങ്ങുകയാണോ,
പണ്ഡിതന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞു 27 മുതൽ മാസം അവസാനിക്കുന്നത് വരെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതോട് കഴിവിന്റെ പരമാവധി സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കൂ. തിങ്കളാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണ്, വ്യാഴാഴ്ച നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഇതുപോലെ യുസന്നു സൗമയവുമിൽ അർബഅ. അതേ പണ്ഡിതന്മാരിൽപ്പെട്ട ചില പണ്ഡിതന്മാര് പറഞ്ഞു ബുധനാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അപ്പൊ തിങ്കളാഴ്ച സുന്നത്തുണ്ട്, വ്യാഴാഴ്ച സുന്നത്തുണ്ട്. പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അതേ ബുധനാഴ്ചയും സുന്നത്തുണ്ട്. കഴിവിന്റെ പരമാവധി സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. ഓ യുവാക്കളെ, ഒരു നേരത്തെ നിസ്കാരവും മുടക്കിക്കളയരുത്, സമയത്തെ തൊട്ട് പിന്തിപ്പിക്കരുത്. കഴിവിന്റെ പരമാവധി പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ ഈമാനുള്ള യുവാക്കളെ മനസ്സ് കാണിക്കണോ. ഇമാം ബുവൈത്തി തങ്ങള് ശത്രുക്കള് ജയിലിൽ അടച്ചപ്പോൾ ആ ശത്രുക്കളെ ജയിലിൽ അടച്ചു. മഹാനവരുകൾ ജയിലിൽ കഴിയുകയാണ്. മഹാനവരുകൾ എല്ലാ വെള്ളിയാഴ്ചയും കുളിക്കുകയാണ്, വസ്ത്രം ധരിക്കുകയാണ്. അതാ ജയിലിന്റെ വാതിൽക്കൽ വരുന്നു. പാറാവുകാരോട് പറയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, എനിക്ക് ജുമഅക്ക് പള്ളിയിൽ പോകണം, അതുകൊണ്ട് ഈ വാതിലൊന്ന് തുറന്നു തരുമോ. പാറാവുകാരൻ പറയാണ് ഇല്ല ഇല്ല, തുറന്നു തരരുത് എന്നാണ് മറുപടി. മഹാനവരുകൾ അല്ലാഹുവിനോട് പറയാണ് റബ്ബേ, കണ്ടില്ലേ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിനക്ക് വേണ്ടി പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ കുളിച്ചത്, അതിനാണ് ഞാൻ കുപ്പായമിട്ടത്. പക്ഷേ ഇപ്പോഴിതാ ജയിലിന്റെ പാറാവുകാരൻ സമ്മതിക്കണില്ല. റബ്ബേ മനഊനി, നീ കാണുന്നുണ്ടല്ലോ ഞാൻ ജുമഅക്ക് പോകാത്തതല്ല, നിസ്കരിക്കാന് പോകാത്തതല്ല. ഈ പാറാവുകാര് എന്നെ പോകാതെ തടഞ്ഞു വെച്ചതാണ് അല്ലാഹ്. അതുകൊണ്ട് നിസ്കരിക്കാന് പള്ളിയിൽ പോകാത്തതിന്റെ പേരിൽ എന്നെ ആഖിറത്തിൽ ചോദ്യം ചെയ്യരുത് റബ്ബേ. ഇമാം ബുവൈത്തി തങ്ങൾ പറഞ്ഞില്ലേ, അത് ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ അങ്ങ് ചെയ്ത് ആഖിറത്തിന്റെ വിജയം സമ്പാദിക്കാൻ ഒരുങ്ങണമെന്ന് മാത്രം